പ്രതീക്ഷിക്കുന്നതിന് വിരുദ്ധമായ കാര്യം അതിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം ആകുല ചിത്തരായി തീരാറുണ്ട്, ആശങ്കപ്പെടാറുണ്ട്. എന്നാൽ ദൈവാത്മാവിലേക്ക് തന്ന ഒരു ചിന്ത ഇങ്ങനെയാണ്: നമ്മുടെ മനസ്സിനെ ആ പരുവത്തിൽ പരുവപ്പെടുത്തിയെടുത്താൽ, രൂപപ്പെടുത്തിയെടുത്താൽ നമ്മുടെ മുമ്പിൽ കടന്നു വരുന്ന ഏത് സാഹചര്യങ്ങൾ കൊണ്ടും ഞാൻ തളർന്നു പോകില്ല, ഞാൻ ക്ഷീണിച്ചു പോകില്ല, സ്തോത്രം, ഞാൻ പരാജിതനാകില്ല എന്നൊരു മനോഭാവം നമുക്ക് വാർത്തെടുക്കുവാൻ കഴിഞ്ഞാൽ അന്ന് മുതൽ, ആ നിമിഷം മുതൽ നമ്മുടെ വിജയത്തിന്റെ പണികളിലേക്ക് നാം ചവിട്ടുവാൻ തുടങ്ങി. അപ്പൊ നാം നേരിടുന്നത് ഒരു വ്യത്യസ്തമായ സാഹചര്യമാണെങ്കിലും അതിനെ നമ്മുടെ മനസ്സുകൊണ്ട്, നമ്മുടെ ഹൃദയം കൊണ്ട് അതിനെ കീഴ്പ്പെടുത്തുന്ന തലത്തിൽ ഒരു ധൈര്യവും ഉറപ്പും നമ്മുടെ ഹൃദയത്തിൽ ആർജിച്ചെടുത്താൽ അത് നമ്മുടെ മുമ്പാകെ പത്തി മടക്കുവാൻ കഴിയാം. പലപ്പോഴും നാം ക്ഷീണിതരായി തീരാറുണ്ട്, പലപ്പോഴും നാം ബലഹീനരായി മാറാറുണ്ട്, നാം പലപ്പോഴും അസ്വസ്ഥരായി മാറാറുണ്ട്. കാരണം എന്താണെന്നറിയാമോ? അത് നമ്മുടെ ശരീരത്തെ ക്ഷീണിപ്പിക്കുന്നത് നമ്മുടെ മനസ്സിനെയാണ് ക്ഷീണിപ്പിക്കുന്നത്. രോഗം നമ്മുടെ ശരീരത്തിന് വരാം, എന്നാൽ നമ്മുടെ ആത്മമനുഷ്യന് രോഗം ബാധിച്ചാൽ അവൻ നമുക്ക് പിന്നെ ഉയരുവാൻ കഴിയില്ല. രോഗം നമ്മുടെ ശരീരത്തെ പിടിക്കട്ടെ, എന്നാൽ ആത്മമനുഷ്യൻ കരുത്തുള്ളവനായി മാറിയാൽ, ബലമുള്ളവനായി മാറിയാൽ രോഗത്തിന്റെ ശക്തികൾ, രോഗത്തിന്റെ അണുക്കൾ നമ്മുടെ കാൽച്ചുവട്ടിൽ അവൻ വീഴുവാനിടയാകും. അനവധി അനവധി തെളിവുകൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. നാം പ്രതീക്ഷിച്ച വിധത്തിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയാതെ സാങ്കേതികങ്ങളെല്ലാം നമ്മുടെ മുമ്പാകെ വഴി അടയപ്പെട്ടു എന്ന് തോന്നിയാൽ അവിടെ കൊണ്ട് നാം നിർത്തുകയല്ല. ഇത് എന്റെ മുമ്പിൽ തുറക്കപ്പെടുന്ന ഒരു നിമിഷമുണ്ട്, ഞാൻ ഇതിനെ കീഴടക്കുന്ന ഒരു ദിവസമുണ്ട്. അവൻ ഞാൻ ആഗ്രഹിച്ചതൊക്കെ എന്റെ ദൈവം എന്റെ കരകളിൽ തരുന്ന ഒരു ദിവസമുണ്ട് എന്നുള്ള ആഴമായ പ്രത്യാശ, ഉറപ്പും നമ്മുടെ ഹൃദയത്തിലുണ്ടോ? നാം മറ്റുള്ളവരുടെ മുമ്പാകെ അവൻ ലക്ഷ്യനാകില്ല, അവരെ പോലെ നാം തലതാഴ്ത്തി നടക്കേണ്ടി വരില്ല. അത് നമ്മുടെ മനസ്സിനെ നാം പരുവപ്പെടുത്തിയെടുക്കണം. ഈ കാണുന്ന പ്രതികൂലങ്ങൾ കൊണ്ട് ഞാൻ തളർന്നു പോകില്ല, ഈ നേരിടുന്ന ഇല്ലായ്മകൾ കൊണ്ട് ഞാൻ തളർന്നു പോകില്ല, അസ്വസ്ഥരായി മാറില്ല. പറയുന്നത് പോലെ എന്റെ ദേഹം ഈ വിധത്തിൽ ക്ഷയിച്ചു പോയാൽ ദേഹസഹിതനായി എന്റെ പ്രിയനെ കാണുന്ന ഒരു ദിവസമുണ്ട് എന്ന് നമുക്ക് മുൻകറിയായി പറഞ്ഞിരിക്കുന്ന പോലെ നമുക്ക് ഓരോ സാഹചര്യങ്ങൾ കൊണ്ട് പറയുവാൻ കഴിയട്ടെ. ഞാൻ ഇതിനെ കീഴടക്കുന്ന ഒരു ദിവസം എന്റെ മുമ്പിലുണ്ട്, ഞാൻ ജയഭേരി മുഴക്കുന്ന ഒരു ദിവസം എന്റെ ദൈവം എനിക്കായി മാറ്റിവെച്ചിട്ടുണ്ട് എന്ന് നമുക്ക് നമ്മോട് തന്നെ പറയുവാൻ കഴിയണം. ആമേൻ, ആമേൻ, ആമേൻ.